അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടോ? നടക്കണോ? എങ്കിലൊരു വഴി ഒരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ. അതേപോലെ നമ്മുടെ റൂഹ് എപ്പോഴും അസ്രായീൽ പിടിക്കാമല്ലോ. പിടിച്ചാൽ നമ്മൾ വീഴും. വീണാൽ നമ്മെ എല്ലാവരെയും എടുത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കും. ഖബറിൽ നിങ്ങൾ ഒറ്റക്കാവാതിരിക്കാൻ, ശഫാഅത്ത് ലഭിക്കാൻ ഞാനൊരു സൂറത്ത് പറഞ്ഞു തരട്ടെ. മൂന്നാമതായി, നമ്മുടെ ഇടയിൽ തന്നെ ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവരെ കണ്ടിട്ടില്ലേ? അങ്ങനെ നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. നോക്കൂ, ഒന്നാമതായി നമ്മൾ എന്താ പറഞ്ഞത്? ആഗ്രഹം പൂർത്തീകരിക്കാൻ, അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹം പൂർത്തിയാവാൻ സൂറത്തു യാസീൻ എല്ലാ ദിവസവും പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ മതി. ദുആ സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? ഖബറിൽ ശഫാഅത്ത്. ഖബറിൽ നമ്മൾ ഒറ്റക്കായിരിക്കും ഉണ്ടാവുക. കുടുംബക്കാരുണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല, ഒറ്റക്കായിരിക്കും. അപ്പൊ നമുക്ക് ഖബറിൽ വന്ന് ശഫാഅത്ത് ചെയ്യാൻ ഒരു സൂറത്ത് വരും. സൂറത്തുൽ മുൽക്ക് എന്നാണ് ആ സൂറത്തിന്റെ പേര്. നിങ്ങൾ ആ സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരാണെങ്കിൽ സൂറത്ത് വരും, ഉറപ്പാണ്. മൂന്നാമതൊരു കാര്യം ഞാൻ പറഞ്ഞത് ദാരിദ്ര്യമാണല്ലേ. വലിയ പ്രയാസമാണ് ദാരിദ്ര്യം കൊണ്ടെന്ന് പറഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ് ആ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ മതി. സൂറത്തുൽ വാഖിഅ അല്ലാഹു നമുക്ക് പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.